ഹലോ ഡിയർ ഫ്രണ്ട്സ്, ബാല്യവും കൗമാരവും യൗവനവും സർക്കസ് പ്രേമികളെ ഇളക്കി മറിച്ച ഒരു അതുല്യ കലാകാരനെ ആണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പം 80-85 കാലഘട്ടങ്ങളിൽ സർക്കസ് പ്രേമികളെ ഇളക്കി മറിച്ച ആ മഹത് വ്യക്തിയാണ് ബാബു കായംകുളം. നമസ്കാരം ബാബു ചേട്ടാ. ഓക്കെ, നമസ്കാരം. അപ്പം ആ കാലഘട്ടത്തെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് വിവരിക്കാവോ? ആ കാലഘട്ടങ്ങളിൽ നമ്മൾ അനവധി സ്ഥലങ്ങളിൽ നമ്മൾ ഈ സർക്കസ് കലയുമായി പോയി ഒരുപാട് അനുഭവങ്ങളും സഹായങ്ങളും ഒക്കെ കിട്ടിയ ഒരു വ്യക്തിയാണ് ഞാൻ. അതെ, കേരളത്തിലുള്ള ഉടനീളം തൊടുപുഴയായിരുന്നു ഏറ്റവും കൂടുതൽ. തൊടുപുഴ, പാലക്കാട് ജില്ല, തൃശ്ശൂർ ജില്ല, കൊടുങ്ങല്ലൂർ, ആ ഏരിയകൾ എല്ലാം കംപ്ലീറ്റ്, ഇരിങ്ങാലക്കുട, അങ്ങനെ മേഖലകൾ കംപ്ലീറ്റ് പരിപാടി നടത്തിയിട്ടുണ്ട്. അപ്പം ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട കാലഘട്ടങ്ങളെല്ലാം സർക്കസ് കൂടാരങ്ങളിലായിരുന്നു. അതെ അതെ, ഇതിനു വേണ്ടി തന്നെ നമ്മൾ ഒഴിഞ്ഞു വെച്ചിരുന്നു. അപ്പൊ അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇന്നത്തെ ആൾക്കാര് അല്ലെങ്കിൽ യുവജനങ്ങളെ കാണാത്ത കുറെ ഐറ്റംസ് ഉണ്ടായിരുന്നു. യുവതലമുറ ഒന്നും കണ്ടിട്ട് പോലില്ല, ടി വി പോലും കാണാത്ത ഐറ്റംസ് ഒക്കെ ബാബുചേട്ടൻ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് എടുത്ത് പറയത്തൊക്കെ ഐറ്റംസ് ഏതൊക്കെ? 22 പേരെ റോഡിൽ കിടത്തിയിട്ട് അവരുടെ മോളിൽ കൂടെ സൈക്കിൾ ജമ്പ് ചെയ്യുന്ന പോകുന്ന ഒരു പരിപാടി ഉണ്ട്. 22 പേരുടെ മോളിൽ കൂടെ ജമ്പ് ചെയ്തു പോകും സൈക്കിള്. അപ്പൊ അത്രമേൽ സ്പീഡിൽ വന്നാണ് ഇവരെ ജമ്പ് ചെയ്തത്. അതെ അതെ. പിന്നെ 7 ഡെസ്ക് മീതയ്ക്ക് മീത ഇട്ടിട്ട് അതിന്റെ മുകളിൽ സോഡ ഗ്ലാസ് വെച്ചുകൊണ്ട് സൈക്കിളിൽ അഭ്യാസങ്ങൾ, സോഡ ഗ്ലാസിന്റെ മുകളിൽ ബാക്ക് വീല് കയറ്റി വെച്ച് അടിയിൽ 7 ഡെസ്ക്. അതൊക്കെ ഭയങ്കര ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അങ്ങനെ ആളുകളെ ഭയത്തിന്റെ മുൾമുന്നിൽ നിർത്തിയ പരിപാടികൾ ഏതൊക്കെയായിരുന്നു? ഭയത്തിന്റെ മുന്നിൽ ഒന്ന് കുഴിച്ചിടല്, കുഴിച്ചിട്ടിട്ട് കുഴിച്ചിടുക. എത്ര മണിക്കൂർ? അത് 2 മണിക്കൂർ. 2 മണിക്കൂർ ഫുൾ മണ്ണിനടി. പിന്നെ അതേപോലെ തന്നെ ആട്ടുകല്ല് നെഞ്ചത്ത് കയറ്റി വെച്ച് പിന്നെ അരി ഇടിക്കുക. അതേപോലെ തന്നെ കരിങ്കല്ല് നെഞ്ചിൽ കയറ്റി വെച്ച് കൂടത്തിന് ആഞ്ഞടിച്ച് പൊട്ടിക്കുക. ആട്ടുകല്ല് നെഞ്ചിൽ കയറ്റി. അതെ, 1-2 രണ്ടാട്ടുകല്ലാണ് കായംകുളം ബാബുച്ചേട്ടൻ അന്നത്തെ കാലത്ത് നെഞ്ചി കയറ്റി വെച്ച് ഇടിച്ചു പിടിക്കുക. അരി ഇടിക്കുക, നെല്ല് കുത്തി അരിയാക്കും. അപ്പൊ അന്ന് നമ്മള് ഇന്നത്തെ തലമുറ കാണാത്ത ഭയങ്കര പിന്നെ ഒന്ന് ജീപ്പ് നെഞ്ചി കൂടെ കയറ്റുക. അത് ഫുൾ ആളെ കയറ്റിയിട്ട് കയറ്റിയിട്ടാണ് ചെറിയ ഓർമ്മ എനിക്ക് കിട്ടുന്നുള്ളൂ. ആളെ അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പം അത് നേരെ ചങ്കിക്കൂടെ ഓടിച്ചു കയറ്റും. വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ഓടിച്ചു കയറ്റും. സർക്കസ് കൂടാരത്തിനുള്ളിൽ ഒരു പ്രത്യേക പരിപാടിയാണ് സൈക്കിൾ യജ്ഞം എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടായിരുന്നല്ലോ. അത് അതിന്റെ ഐറ്റംസ് ഒക്കെ എങ്ങനെയായിരുന്നു അന്നത്തെ കാലഘട്ടം? ഐറ്റംസ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് പ്രേക്ഷകർ കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത് നമ്മളെ സൈക്കിൾ ഡാൻസ് എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. സൈക്കിൾ ഡാൻസ്. അതെ, 2 കാലയിൽ ചെലങ്ക് കെട്ടി അത് വീണ്ടും ആൾക്കാർ വീണ്ടും കളിപ്പിക്കുമായിരുന്നു. അത് നമ്മുടെ വെങ്ങല്ലൂരൊക്കെ വന്നപ്പോൾ ഉണ്ടായിരുന്നു. അന്നത്തെ ഏറ്റവും തിരക്കുള്ള ഒരു സർക്കസ് കലാകാരനായിരുന്നു. ഒന്ന് പറയുകയാണെങ്കിൽ അന്ന് ജയന്റെ ഒരു കാലഘട്ടം കൂടിയായിരുന്നു. ആ ജയനൊപ്പം തന്നെ ഒരു താരാരാധനയുള്ള ആളായിരുന്നു ശ്രീ ബാബു കായംകുളം. കായംകുളത്ത് ജനിച്ചെങ്കിലും ഏറ്റവും കൂടുതൽ സഹവാസം നടത്തിയിട്ടുള്ള തൊടുപുഴ ഏരിയയിലാണ്. അത് തന്നെ പിന്നെ ഇവിടെ ജീവിതവുമായി, ഇവിടെ തന്നെ താമസവുമായി. അപ്പൊ ജീവിതത്തിന്റെ നല്ലൊരു കാലം സർക്കസിന് വേണ്ടി മാറ്റിവെച്ചാണ്. അപ്പം അതുവരെ ആ സർക്കസ് കൊണ്ട് ജീവിതത്തിലുണ്ടായ നേട്ടങ്ങളും കോട്ടങ്ങള് അല്ലെങ്കിൽ വിജയങ്ങള് ഒന്ന് വിവരിക്കാവോ? നേട്ടങ്ങള് നമ്മളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കിടപ്പാടം ഉണ്ടാക്കിയതാണേലും അല്പം സ്ഥലം മേടിച്ചതാണേലും ഒക്കെ നമ്മളെ കല കൊണ്ടാണ്. പിന്നെ ഇതിനകത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് ഒരുപാട് കോട്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കാരണം വൈകുന്നേരം പരിപാടിയൊക്കെ നടക്കുന്ന സമയത്ത് മദ്യപിച്ച് വന്ന് പല ആൾക്കാരും പല രീതിയിലുള്ള അസഭ്യങ്ങളൊക്കെ പറയുകയും അതേപോലെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഉപദ്രവമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. നാട്ടുകാർ കയറി ഇടപെട്ട് അവരെ ഒഴിവാക്കി കൊണ്ടുപോകുക. അത്രയും സഹകരണമാണ് ഓരോ നാട്ടിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം ബാബുച്ചേട്ടന് എത്ര മക്കളാണ്? എനിക്ക് 4 പേര്. 4 പേരുണ്ട്. 3 പെണ്ണും ഒരാണ്. എല്ലാവരും സെറ്റിലായി. ഇപ്പം ആലക്കോട് സിറ്റിയിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്നു. അപ്പൊ ചേട്ടാ, കൂടെ കുറെ സഹപ്രവർത്തകരൊക്കെ ഉണ്ടായിരുന്നല്ലോ. അവരുടെ പേരുകളോ അവരെ ഇപ്പൊ എവിടെയാ താമസിക്കുന്ന വല്ല ഓർമ്മകൾ കിട്ടുന്നുണ്ടോ? അത് പിന്നെ ഇബ്രാഹിം എന്ന് പറഞ്ഞ ഒരാള് വണ്ണപ്പുറത്ത് താമസിക്കുന്നു. പുള്ളി കലാരംഗത്ത് അനവധി വർഷം നമ്മുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അതെ. പിന്നെ ആലപ്പുഴക്കാര് പലവരും ഉണ്ട്. ജ്യോതിലക്ഷ്മി എന്ന് പറഞ്ഞ് ഒരു പെൺവേഷം കിട്ടുന്ന ഒരാള്. പുള്ളി ചേർത്തല മാടക്കലാണ് പുള്ളിയുടെ വീട്. ആണ് പെൺവേഷം കെട്ടി ഡാൻസ് കളിക്കുന്നു. പിന്നെ ആരെങ്കിലും എടുത്ത് പറയത്തക്കായിട്ട് ഓർമ്മയുണ്ടോ? പിന്നെ വേഴപ്പുറ, ആലപ്പുഴ തന്നെ വേഴപ്പുറ എന്ന് പറഞ്ഞ സ്ഥലത്ത് വിലാസിനി എന്ന് പറഞ്ഞ ഒരു പെൺവേഷക്കാരൻ ഉണ്ട്, സുഹൃത്തുണ്ട് നമ്മുടെ. അവരൊക്കെ ഇപ്പം ജീവിച്ചിരിക്കുന്നുണ്ട്. എല്ലാവരും ആക്റ്റീവായിട്ടുള്ള ആൾക്കാർ തന്നെ. അപ്പം ഇന്നത്തെ സർക്കസുകാർ ചെയ്യുന്നതിനേക്കാളും ഒക്കെ ഭയങ്കരമായ ഐറ്റംസ് ചെയ്തുകൊണ്ടിരുന്ന ബാബുച്ചേട്ടനാണ് ഇപ്പം നമ്മുടെ കൂടെ ഇപ്പോൾ ചേർന്നത്. അപ്പം അദ്ദേഹം ഇപ്പം ആലക്കോട് ഓട്ടോറിക്ഷ ഓടിക്കാൻ അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്തിന്റെ കറക്റ്റ് പേര് മീൻമുട്ടി കച്ചറപ്പാറ എന്ന് പറയും. അതെ. ആലക്കോട് കരിമണ്ണൂർക്ക്. അതെ. ആ 80-85 കാലഘട്ടത്തിലെ പോലെ തന്നെ ഊർജ്ജസ്വലനായ ഒരു ബാബുച്ചേട്ടനാണ് ഇന്ന് കാണാൻ പറ്റിയത്. അന്ന് 80-ലോ 83-ലോ ആണ് ആ സർക്കസ് ഞാൻ കണ്ടതെന്നാണ് എൻ്റെ ഓർമ്മ.
ഇപ്പോഴും അദ്ദേഹം ആ ഓർമ്മകളിൽ വളരെ സന്തോഷവാനാണ്. അപ്പം നന്ദി ബാബു ചേട്ടാ. ശ്രീ ബാബു കായംകുളത്തിന് ഞാൻ പ്രത്യേകമായി നന്ദി പറയുന്നു കണ്ടുമുട്ടിയതിൽ. താങ്ക് യു.